ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കണ്ടിന്യൂസ് വേരിയബിളും ഡിസ്ക്രീറ്റ് വേരിയബിളും ആയിരുന്നു അല്ലെ. എവിടെ കിടപ്പുണ്ട്? കണ്ടിന്യൂസ് വേരിയബിൾ എന്താണ്, ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്താണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഡിസ്ക്രീറ്റ് വേരിയബിളിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഫ്രീക്വൻസി അറേ എന്ന് പറയുന്നത്. പേരൊന്നും കേട്ടിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട, പേടിക്കണ്ട. സംഭവം സിമ്പിൾ ആണ് കേട്ടോ, ഭയങ്കര സിമ്പിൾ ആണ്. നിങ്ങൾ വിചാരിക്കുന്നതിനെക്കാട്ടിലൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പോ ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്താന്ന് നമുക്കറിയാം അല്ലെ. സ്പെസിഫിക് വാല്യൂസ് എടുക്കുന്ന എന്തിനെ നമുക്ക് എന്തെന്ന് പറയാം? ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറയാം. അപ്പോ ആ ഡിസ്ക്രീറ്റ് വേരിയബിള് നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്ട് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഫ്രീക്വൻസി അറേ, നിങ്ങൾക്ക് കുറച്ചൊരു സെറ്റ് ഓഫ് ഡേറ്റ തന്നിട്ട് അതിനെ ഒരു ഫ്രീക്വൻസി അറേയിൽ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞാൽ ഈ അറേ എന്താണെന്നുള്ളത് ഞാൻ വഴിയെ ഡിസ്കസ് ചെയ്ത് തരാം. ഇപ്പൊ നമുക്ക് ഫ്രീക്വൻസി അറേ എന്താണെന്ന് നോക്കാം. ഇപ്പൊ ഇവിടെ നമുക്ക് കുറെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇവിടെ 40, 50 അങ്ങനെ 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 കുറെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ 5 ഇവിടെ വേണ്ട കേട്ടോ, ഈ 5 നിങ്ങൾ ഇവിടെ എത്തിക്കോ. ആക്ച്വലി ടൈപ്പിങ്ങിൽ വന്നപ്പോ അപ്പുറത്ത് പോയത് 5. ഓക്കെ. അപ്പൊ 50, 50 പിന്നെന്താണ് 40, 30, 10 എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ നമ്പേഴ്സ് കൊടുത്തിരിക്കുന്നു. അപ്പൊ നിങ്ങളുടെ അടുത്ത് എക്സാമിന് ചോദിക്കുകയാണ്, ഇതൊരു ഫ്രീക്വൻസി അറേയില് അറേ കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഈ ഒരു ഡേറ്റ വെച്ചിട്ട് ഒരു ഫ്രീക്വൻസി അറേ കൺസ്ട്രക്ട് ചെയ്യാൻ നിങ്ങളോട് പറയാണ്. നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു 2 കോളം വരയ്ക്കുക. 2 അല്ലെങ്കിൽ ഒരു 3 കോളം വരച്ചോ. ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് കോളത്തിൽ നിങ്ങൾ ഐറ്റം നമുക്ക് തന്നിട്ടുള്ള ഡേറ്റ് എഴുതുക. സെക്കൻഡ് കോളത്തിൽ ഞാൻ ടാലി ആണ് എഴുതുന്നത്. ടാലി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ടാലി. തേർഡ് കോളത്തിൽ ഞാൻ ഫ്രീക്വൻസി ആണ് എഴുതുന്നത്. ഞാൻ ജസ്റ്റ് എഫ് എന്ന് മാത്രമേ എഴുതുന്നുള്ളേ, ഫ്രീക്വൻസി. ഇത്രയും നിങ്ങൾക്ക് എഴുതാൻ ബുദ്ധിമുട്ടില്ലല്ലോ. ഇപ്പൊ നമുക്കൊരു ഡേറ്റ തരുന്നു. ആ ഡേറ്റയിൽ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഐറ്റം എഴുതുന്നു ആൻഡ് ടാലി എഴുതാൻ ബോക്സ് വരയ്ക്കുന്നു, ദെൻ ഫ്രീക്വൻസി എഴുതാൻ ബോക്സ് വരയ്ക്കുന്നു. ഇത്രയും ഓക്കെ ആണെങ്കിൽ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഒരു ഓർഡറിൽ എഴുതാൻ പോവാണ്. നമുക്ക് തോന്നുന്നത് പോലെ 40 തന്നെ ആദ്യം എഴുതി വെക്കാം, അങ്ങനെ വേണ്ട. നമുക്കൊരു അടുക്കും ചിട്ടയിലും പോവാം. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഏറ്റവും ചെറിയ നമ്പർ കണ്ടുപിടിക്കാം. ഇതിനകത്ത് ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്? 10 ആണ് അല്ലെ. അപ്പൊ ഞാൻ ആ 10 അതെ ഇങ്ങോട്ടേക്ക് എഴുതുക. ഓക്കെ. സോ ഈ ഇത്രയും ഡേറ്റ നോക്കിയപ്പോ അതിനകത്ത് ഏറ്റവും ചെറുതായിട്ടുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ 10 ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ നമ്പർ ഏതാ? നിങ്ങൾ തന്നെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ. ഏറ്റവും വലിയ നമ്പർ ഓക്കെ, നമുക്ക് 20 ഉണ്ട്, 30 ഉണ്ട്, 40 ഉണ്ട്, 50 ഉണ്ട്, പക്ഷെ 60 ഇല്ല അല്ലെ. സോ ഏറ്റവും വലുത് 60 ആണ്. അപ്പൊ അടുത്ത എന്താ നമ്മൾ 60 അല്ല, 50 ആണ്. അപ്പൊ അടുത്തായിട്ട് എന്താ നമ്മൾ ചെയ്തത്? നമുക്ക് ഒരു സെറ്റ് ഓഫ് ഡേറ്റ തന്നു. അതിന് നമ്മൾ ഐറ്റം, ടാലി, ഫ്രീക്വൻസി ആയിട്ട് 3 ബോക്സ് വരച്ചു. അതിനകത്ത് ഏറ്റവും ചെറുത് നമ്മൾ കണ്ടുപിടിച്ചു. ഇറ്റ്സ് ഐറ്റം അല്ലെ. ഐറ്റം ആണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിനകത്ത് ഏറ്റവും ചെറുതായിട്ടുള്ള 10 എന്ന് പറയുന്നത് നമ്മൾ ഐറ്റത്തിൽ എഴുതി. ഏറ്റവും വലുതായിട്ടുള്ള 50 നമ്മൾ എഴുതുകയാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഇതിനകത്ത് 10 എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ എന്റെ കൂടെ എണ്ണിക്കോണേ. 10 എത്ര പ്രാവശ്യം വന്നിട്ടുണ്ടെന്ന് നമ്മൾ നോക്കാൻ പോവാണ്. 1 വന്നു. ഓക്കെ, 1 വന്നു. നിങ്ങൾ ഒന്നും ചെയ്യണ്ട, ഇവിടെ ഒരു 1 അങ്ങ് വരയ്ക്കുക. 1 വരച്ചു. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് 20 ഉണ്ട്, 30 ഉണ്ട്, 40 ഉണ്ട്. ഓക്കെ, അപ്പൊ 1 വരച്ചു. ഇനി
നമ്മൾ നോക്കി നോക്കി വന്നു. ഓക്കെ, അടുത്തതാ 10 ദേ വീണ്ടും കിടക്കുന്നു. ഞാൻ ഒരു വരയും കൂടെ വരച്ചു. ഓക്കെ, ഇനി ഞാൻ 10 നോക്കുവാണേ, 10 ഇല്ല. അപ്പൊ ഇതാണ് നമ്മുടെ ടാലി. ഒരു സാധനം എത്ര വട്ടം റിപ്പീറ്റ് ചെയ്തു? 10 2 തവണ റിപ്പീറ്റ് ചെയ്തു. ആ നമ്പർ ഞാൻ ദേ ഇവിടെ എഴുതുന്നു. നല്ല പാടുണ്ടോ? അപ്പൊ നമ്മൾ ആദ്യം ഐറ്റം ടാലി ഫ്രീക്വൻസി ആയിട്ട് എടുത്തു. ഐറ്റത്തിൽ നമ്മൾ ഏറ്റവും ചെറിയ നമ്പറും 10, 20, 30, 40, 50 വരെയാണ്. 50 ആണ് ഏറ്റവും ഹയസ്റ്റ്. അത് അറേഞ്ച് ചെയ്ത് എഴുതി. അതിനുശേഷം 10 എത്ര പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ടുണ്ടെന്ന് നമ്മൾ നോക്കുകയാണ്. എണ്ണി നോക്കിയപ്പോ 2 പ്രാവശ്യമാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നിങ്ങൾ തന്നെ ഒരു ബുക്കും പേപ്പറും എടുത്തിട്ട് ഞാൻ 20യും കൂടെ കാണിച്ചു തരാം. 30യും 40യും 50യും നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ 20 നോക്കുക, വീഡിയോ പോസ് ചെയ്തിട്ട് ചെയ്ത് നോക്കുക. 20യും കൂടെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അടുത്ത നമ്മൾ 20 ആണ്. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കി വരികയാണ്. 20 ദേ കിടക്കുന്നു. ഞാൻ വേറൊരു കളർ എടുക്കാം. ദേ കിടക്കുന്നു 20. 1 21 കിട്ടി. അപ്പൊ നമ്മളിവിടെ ടാലിയിൽ 1 മാർക്ക് ചെയ്തു. ഇവിടെ ദേ കിടക്കുന്നു അടുത്ത 20. ഞാൻ 2 മാർക്ക് ചെയ്തു. വീണ്ടും ദേ വന്നപ്പോ ദേ കിടക്കുന്നു 20. ഞാൻ 3 മാർക്ക് ചെയ്തു. അടുത്തത് ദേ കിടക്കുന്നു 20. ഞാൻ 4 മാർക്ക് ചെയ്തു. 5 അടുത്ത ഞാൻ എവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത്? ഇവിടെ അങ്ങ് മാർക്ക് ചെയ്യട്ടെ. ഇങ്ങനെയാണോ? അല്ല, ടാലിയിൽ നമ്മള് ഒരു ചെറിയ വ്യത്യാസമുണ്ട്. 5 നമ്മൾ ദേ ഹൊറിസോണ്ടലി ഇങ്ങനെ അങ്ങ് വെട്ടിയാൽ മതി. 5 ആവും കേട്ടോ. അതായത് 1, 2, 3, 4, 5 താണ്ട് ഇങ്ങനെ വെട്ടിയാൽ മതി. ഓക്കെ, 5 ഇങ്ങനെ വെട്ടിയാൽ മതി. അതിന്റെ ടാലിയുടെ ഒരു റെപ്രസെന്റേഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോ ഇങ്ങനെ അങ്ങ് വെട്ടിയാൽ മതി. 5, ഓക്കെ, 5 ആയി. 1, 2, 3, 4, 5. അപ്പൊ 5 അല്ലേടെ? അതുകൊണ്ട് ഇവിടെ ആ നമ്പർ ഞാൻ എഴുതി 5. ഓക്കെ, 5. ഇനി 30, 40, 50 നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ചെയ്ത് നോക്കുക. അഡീഷണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ അല്ലാതെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നോട്ടിൽ PPT എക്സ്ട്രാ ആഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോ ഫ്രീക്വൻസി അറേ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസ്ക്രീറ്റ് വേരിയബിളിനെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫ്രീക്വൻസി അറേ എന്ന് പറയുന്നത്. അപ്പൊ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര തവണ ഒരു സാധനം റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഫ്രീക്വൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഫ്രീക്വൻസി അറേ എന്ന് പറയുമ്പോൾ സിംപ്ലി ഈ ഒരു ഐറ്റം എഴുതി ഫ്രീക്വൻസി എഴുതി അങ്ങനെയും ചെയ്യാം. ഞാനിവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന പോലെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്, ഡേറ്റ തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ടാലി ഉപയോഗിച്ചിട്ടായാലും ചെയ്യാം കേട്ടോ. ടാലി ഉപയോഗിച്ചാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അതുപോലെ ഇവിടെ 10ന്റെ കേസ് ഇതായിരിക്കും ഇതിന്റെ ആൻസർ വരുന്നത്. 10ന്റെ കേസ് വരുമ്പോൾ നിങ്ങൾ 1, 2, 3, 4, ഓക്കെ, 5 ഞാൻ ക്രോസ് ചെയ്തു, വെട്ടി. ഇനി അടുത്ത നിങ്ങൾ 6 സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇതിന്റെ മണ്ടയ്ക്കിട്ട് വീണ്ടും വെട്ടരുത്. അടുത്തത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് കേട്ടോ. 6, 7, 8, 9, 10. മനസ്സിലായോ? ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫ്രീക്വൻസി അഥവാ ടാലി എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തിട്ട് ഞാനിവിടെ ആൻസർ കാണിച്ചിട്ടുണ്ട്. ഇത് കറക്റ്റ് ആണോ എന്ന് നോക്കുക. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഫ്രീക്വൻസി അറേ എന്ന് പറയുന്ന സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത്. വേണമെങ്കിൽ നമുക്ക് ഇതെല്ലാം കൂടെ ടോട്ടൽ ചെയ്ത് ഇവിടെ എഴുതിയും വെക്കാം കേട്ടോ. ഇതിന്റെ ടോട്ടൽ എടുത്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഇപ്പൊ ഇവിടെ എത്ര വരും ടോട്ടല്? 7, 8, 15, 25, 29 എന്ന് വരും. 29. ഓക്കെ, 29 എന്ന് വരും. ഇവിടെ 29 ഡേറ്റ ആയിരിക്കും നമുക്ക് ടോട്ടലി തന്നിട്ടുണ്ടാവുക. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുക. അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഫ്രീക്വൻസി അറേ എന്ന് പറയുമ്പോൾ നമ്മൾ ഐറ്റം ഡേറ്റയെ ഓൺ ദ ബേസിസ് ഓഫ് ഫ്രീക്വൻസി അറേഞ്ച് ചെയ്യുകയാണ്. സ്പെസിഫിക് വാല്യൂ ആയിരിക്കും കേട്ടോ. ഡിസ്ക്രീറ്റ് വേരിയബിൾ സ്പെസിഫിക് വാല്യൂ ആയിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഇതിന്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇതിലേക്കാണ്. 1 സെക്കൻഡ്. ഓക്കെ, ഇനി നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അപ്പൊ ഇതിനകത്ത് വീണ്ടും നമ്മൾ ഈ പഠിച്ച കാര്യം തന്നെ റിപ്പീറ്റഡ് വരും. അപ്പൊ ടെക്സ്റ്റിൽ ഒരു ഓർഡർ അനുസരിച്ച് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഫ്രീക്വൻസി അറേ എന്ന് പറയുന്നത്
ഡിസ്ക്രീറ്റ് സീരീസിനുള്ളതാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ സീരീസുകളെ നമുക്ക് പ്രധാനമായിട്ടും 3 രീതിയിൽ തിരിക്കാം. ഓക്കെ, സീരീസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസ് എന്നുള്ള രീതിക്കായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പൊ സീരീസിനെ നമുക്ക് പ്രധാനമായിട്ടും 3 രീതിയിൽ തിരിക്കാം. ഓക്കെ, ഏതൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ ഇൻഡിവിജ്വൽ സീരീസ് ആണ്. ഫസ്റ്റ് ഏതാണ് വരുന്നത്? ഇൻഡിവിജ്വൽ സീരീസ് ആണ് ഫസ്റ്റ് വരുന്നത്. രണ്ടാമത്തത് ഡിസ്ക്രീറ്റ് സീരീസും മൂന്നാമതായിട്ട് കണ്ടിന്യൂസ് സീരീസും ആണ് വരുന്നത്. ഓക്കെ ആണോ? അപ്പൊ സീരീസിനെ നമുക്ക് 3ആയിട്ട് തിരിക്കാം. ഒന്നാമത്തത് ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ്, കണ്ടിന്യൂസ് സീരീസ്. ഓക്കെ, ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് തിരിക്കാം. അപ്പൊ അത് ഓരോന്നും എന്തൊക്കെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യണം. അപ്പൊ ഫസ്റ്റ് ഞാൻ ഇൻഡിവിജ്വൽ സീരീസിലേക്ക് തന്നെ പോവാണ്. ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടേ. ഇൻഡിവിജ്വൽ സീരീസ് അല്ലെങ്കിൽ അറേ എന്തെന്നായിരിക്കും നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റിന് ചോദിക്കുന്നത്. ഓക്കെ, ഒന്നെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഇൻഡിവിജ്വൽ സീരീസിൽ അറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ അറേ അറേഞ്ച് ചെയ്യുക എന്നുള്ള രീതിക്കായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, സോ ഇത് വേറൊന്നുമില്ല, നമുക്കൊരു സെറ്റ് ഓഫ് ഡേറ്റ തരും അല്ലെ. ഡേറ്റ എന്ന് പറയുമ്പോൾ അതിന്റെ ഒറിജിനൽ ഫോമിലുള്ള ഡേറ്റ നമ്മൾ വിളിക്കുന്ന പേരാണ് റോ ഡേറ്റ എന്ന് പറയുന്നത്. ഒറിജിനൽ ഫോമിലുള്ള ഡേറ്റയാണ് റോ ഡേറ്റ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് റോ ഡേറ്റ തരും. നമ്മൾ ഇതിനെ ഒന്നെങ്കിൽ അസെൻഡിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എന്ത് ചെയ്യണം? അറേഞ്ച് ചെയ്യണം. ഓക്കെ, ഒന്നെങ്കിൽ അസെൻഡിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ. അസെൻഡിങ് ആലോചിച്ച് നോക്കിയടെ, മേളിലോട്ട് അല്ലെ, ഏണി കേറുകയാണ്. ഏണി കേറുന്നതിനെയാണ് അസെൻഡിങ് എന്ന് പറയുന്നത്. ഡിസെൻഡ് ചെയ്യാന്ന് പറയുമ്പോ ഡൗൺ, താഴോട്ട് വലുതിൽ നിന്ന് ചെറുതിലോട്ടോ ചെറുതിൽ നിന്ന് വലുതിലോട്ടോ നമ്മൾ ഡേറ്റ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് അറേ എന്ന് പറയുന്നത്. മനസ്സിലായോ? അറേ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് റോ ഡേറ്റ തരും. ആ റോ ഡേറ്റയെ ഓൺ ദ ബേസിസ് ഓഫ് അതിന്റെ മാഗ്നിറ്റ്യൂഡിൽ, അതിന്റെ ആ ഒരു അളവിന്റെ ക്വാണ്ടിറ്റിയുടെ ബേസിസിൽ നമുക്ക് ഒന്നെങ്കിൽ ചെറുതിൽ നിന്ന് വലുതിലോട്ടോ അല്ലെങ്കിൽ വലുതിൽ നിന്ന് ചെറുതിലോട്ടോ അറേഞ്ച് ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ തന്നെ നോക്കുക. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെയാണോ പഠിക്കുന്നതെന്ന്. അത്രയ്ക്ക് എളുപ്പമായിട്ടൊക്കെ തോന്നും കേട്ടോ. അപ്പോ ഇവിടെ 7 3 5 2 4 1 6 ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു റോ ഡേറ്റയാണ്. പ്രത്യേകിച്ച് അറേഞ്ച് ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇതിനെ നമുക്ക് അറേഞ്ച് ചെയ്യാം. എങ്ങനെ അറേഞ്ച് ചെയ്യാം? 1 2 3 4 5 6 7 എന്നും പറഞ്ഞ് കൂടി വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തൂടെ? ഇനി വേണ്ട, നിങ്ങൾക്ക് കൂടി വരുന്നത് ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞു വരുന്ന രീതിയിൽ ഇങ്ങോട്ട് അറേഞ്ച് ചെയ്തോ, അതും അറേ തന്നെയാണ്. ഓക്കെ, അപ്പൊ 7 6 5 4 3 2 1 എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഡിസെൻഡിങ് ഓർഡറിലും അറേഞ്ച് ചെയ്യാം. 1 2 3 4 5 6 7 എന്നുള്ള രീതിയിൽ അസെൻഡിങ് രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അറേഞ്ച് ചെയ്യാം. അപ്പൊ അറേ എന്താണെന്ന് മനസ്സിലായോ? നിങ്ങളുടെ അടുത്ത് എക്സാമിന് ചിലപ്പോൾ അറേന്ന് ചോദിക്കത്തില്ല. ഇൻഡിവിജ്വൽ സീരീസിൽ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ ഇത് തന്നെയാണ് എഴുതി വെക്കേണ്ടത് കേട്ടോ. അപ്പോ നമുക്ക് റാൻഡം ആയിട്ട് ഒരു ഡേറ്റ തരും. നിങ്ങൾ അതിനെ കറക്റ്റ് ആയിട്ട് അടുക്കും ചിട്ടയോടെ എഴുതുക. ഞാനൊരു ക്വസ്റ്റ്യൻ തരട്ടെ. ഞാനൊരു ക്വസ്റ്റ്യൻ തരാം. 2 6 8 10 4 5 3 ഇതൊന്ന് അറേഞ്ച് ചെയ്തേ. ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ചെയ്യണം കേട്ടോ. ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ഇതിനെ ഒന്ന് ഓർഡറിലാക്കിയാൽ മതി. വേറെ ഒന്നുമില്ല, അറേ എന്ന് പറയുമ്പോൾ അറേഞ്ച് ചെയ്താൽ മതി. ഇതിലൂടെ വേണമെങ്കിൽ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ ഏറ്റവും ചെറുത് 2 ആണ്. സോ ഞാൻ 2 ആദ്യം എഴുതി. ഞാൻ അസെൻഡിങ് ഓർഡറിൽ എഴുതാണ് കേട്ടോ. 2 then 3 then 4 then 5 then 6 then 8 then 10. ഓക്കെ, എല്ലാം വന്നല്ലോ. നമുക്ക് ടോട്ടൽ 3 4 7 ആണ്. അപ്പൊ ഇവിടെയും 7 തന്നെ വരും. അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് അറേ അറേഞ്ച് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ഞാൻ തരാം. 2 10 6 8 9 15 15 ആണ് ഇത്. 15
7 1 12. അപ്പൊ ഇതിനെ അസെൻഡിങ് രീതിയിലോ ഡിസെൻഡിങ് രീതിയിലോ ഇനി ചിലപ്പോ എക്സാമിനെ നമുക്ക് ഡിസെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വലുതിൽ നിന്ന് ചെറുതിലേക്ക് തന്നെ അറേഞ്ച് ചെയ്യുക കേട്ടോ. അസെൻഡിങ് എന്നാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ചെറുതിൽ നിന്ന് വലുതിലേട്ടും ചെയ്യുക. അപ്പൊ ഇതൊന്ന് ഒന്ന് വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ ഇൻഡിവിജ്വൽ സീരീസ് അത്രയേ ഉള്ളൂ. നമുക്ക് തന്നിട്ടുള്ള ഡേറ്റയെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഒന്നെങ്കിൽ ഏതർ അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നു. അതിനെ നമുക്ക് ഇൻഡിവിജ്വൽ സീരീസ് അല്ലെങ്കിൽ അറേ എന്നുകൊണ്ട് ഉദ്ദേശിക്കാം. ഓക്കെ എന്ന് മനസ്സിലാക്കാം. രണ്ടാമത്തത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത സാധനമാണ് ഫ്രീക്വൻസി അറേ എന്ന് പറയുന്നത് അല്ലെ. അതായത് ഡിസ്ക്രീറ്റ് സീരീസിൽ നമ്മൾ ഐറ്റത്തെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫ്രീക്വൻസി അറേ എന്ന് പറയുന്നത്. ഇത് മുന്നേ പറഞ്ഞു തന്നത് ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരുമിച്ച് പറഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സംഭവം സിമ്പിൾ ആണ്. ഫ്രീക്വൻസി അറേ എന്ന് പറയുമ്പോൾ അവിടെ ഫ്രീക്വൻസിയും കൂടെ വരും. നമ്മൾ ഇതിനെ അറേഞ്ച് ചെയ്ത് എഴുതുന്നു. ആൻഡ് ഇവിടെ ആയിരിക്കും നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതുന്നത്. എന്നിട്ട് നമ്മൾ ഇവിടെ ഫ്രീക്വൻസി കൂടെ അത് എത്ര തവണ വന്നു എന്ന് കൂടെ എഴുതി വെക്കും. ഇതിന് ഞാനിനി പറയണ്ടല്ലോ. അതായത് നമുക്കിപ്പോ ഡേറ്റ തരും. ആ ഡേറ്റയെ ബേസ് ചെയ്ത് നമ്മൾ ഐറ്റം ടാലി ഫ്രീക്വൻസി എന്ന് തിരിക്കും. ഐറ്റത്തിൽ നമ്മൾ ചെറുതിൽ നിന്ന് വലുതിലോട്ട് ഏതൊക്കെയാണ് വന്നിട്ടുള്ളതെന്നുള്ളത് നോക്കി എഴുതണം. ടാലി കറക്റ്റ് ആയിട്ട് എത്രമാത്രം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കി എഴുതി വെച്ചാൽ മതി. അപ്പൊ ഇതിനെയാണ് ഡിസ്ക്രീറ്റ് സീരീസിൽ വരുമ്പോഴാണ് അതിനെ നമ്മൾ ഫ്രീക്വൻസി അറേ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഫ്രീക്വൻസി അറേ. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ വേണമെങ്കിൽ നല്ല അല്ലെങ്കിൽ തന്നെ തരും കേട്ടോ. എന്തായാലും PPT-യിൽ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യും. ഓക്കെ, ഇനി മൂന്നാമത്തത് ഏതാണ്? മൂന്നാമത്തത് കണ്ടിന്യൂസ് സീരീസ് ആണ് അല്ലെ. ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കാൻ പറ്റുന്ന കണ്ടിന്യൂസ് സീരീസ് ആണ് മൂന്നാമതായിട്ട് വരുന്നത്. അപ്പൊ നോക്കാം നമുക്ക് കണ്ടിന്യൂസ് സീരീസിൽ എങ്ങനെയാണ് ഡേറ്റ അറേഞ്ച് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോ കണ്ടിന്യൂസ് സീരീസിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മൾ ക്ലാസ്സുകളായിട്ടാണ് തിരിക്കുന്നത്. ക്ലാസ്സും ഫ്രീക്വൻസിയുമാണ് വരുന്നത്. അപ്പൊ ഇവിടെ എവിടെയെങ്കിലും നമ്മൾ ഈ ക്ലാസ് ഫ്രീക്വൻസി എന്ന് പറയുന്ന ടേം യൂസ് ചെയ്തോ? ഇല്ല. അപ്പൊ നിങ്ങളുടെ അടുത്ത് പരീക്ഷയ്ക്ക് സ്പെസിഫിക്കലി തന്നെ എടുത്ത് ചോദിക്കും ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തയ്യാറാക്കാൻ, ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ തയ്യാറാക്കാൻ. ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. കൺസ്ട്രക്ട് എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഫോർ ഫോളോയിങ് ഡേറ്റ. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആ ഒരു ഡേറ്റ കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റണം. എങ്കിൽ എന്താണ് ഈ ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഞാനൊരു ചെറിയ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പൊ അതെ ഈ ഒരു സൈഡില് ഞാൻ ഐറ്റം എടുക്കുന്നു, അല്ലെങ്കിൽ ക്ലാസ് എടുക്കാം. നമുക്ക് ക്ലാസ് സി എന്ന് കൊടുക്കുവാണ് ഞാൻ. ഇപ്പുറത്ത് ഞാൻ ഫ്രീക്വൻസി എടുക്കുകയാണ്. ഓക്കെ, നിങ്ങൾ നോക്കുക, ഈ ഒരു ഇത്രയും ഡേറ്റ തന്നിരിക്കുന്നതിന് ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്? ഏറ്റവും ചെറിയ നമ്പർ നിങ്ങൾ നോക്കിയപ്പോ കണ്ടു ഇവിടെ ഒരു 0 കിടക്കുന്നു അല്ലെ. അപ്പൊ 0 ആണ് ഇവിടുത്തെ ഏറ്റവും ചെറിയ നമ്പർ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഏറ്റവും ചെറിയ നമ്പർ എടുക്കുക. ഇനി ഏറ്റവും വലിയ നമ്പർ എടുക്കുക. നിങ്ങൾ നോക്കിക്കേ, ഏറ്റവും വലിയ നമ്പർ ഇവിടെ 69 ഒക്കെ കിടക്കുന്നു. 69 അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ? 69 അപ്പുറത്തൊന്നും ഇല്ല. സോ നമുക്ക് 0 എടുക്കാം, 70 എടുക്കാം. 69 ആയിട്ട് എടുക്കുന്നില്ല, 70 എടുക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഇനി ഇത് അറേഞ്ച് ചെയ്യാൻ പോവാണ്. 0 to 10, 10 to 20, 10 to 20, 20 to 30, 30 to 40, 40 to 50, അങ്ങനെ ഞാൻ അറേഞ്ച് ചെയ്ത് 50 to 60, 60 to 70 അങ്ങനെ ഞാൻ അറേഞ്ച് ചെയ്തെടുക്കുകയാണ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലാസ്. മനസ്സിലായോ? ക്ലാസ് എന്താണ് മനസ്സിലായോ? ക്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഡേറ്റ നോക്കാം. ഈ ഡേറ്റയില് നമുക്ക് ഏറ്റവും ചെറിയ നമ്പറും ഏറ്റവും വലിയ നമ്പറിനെയും നമ്മൾ കുറെ ക്ലാസ്സുകളായിട്ട് തിരിച്ച് എഴുതുന്നതിനെയാണ് നമ്മൾ ക്ലാസ്സസ് എന്ന് പറയുന്നത്. ഇപ്പൊ 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50, 50 to 60, 60 to 70
ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. ഇനി ഇപ്പുറത്ത് നിങ്ങൾ എന്താ എഴുതേണ്ടത്? ഈ 0യ്ക്കും 10നും ഇടയ്ക്കുള്ള എത്ര നമ്പേഴ്സ് ഇതിനകത്ത് റിപ്പീറ്റഡ് ആയിട്ടുണ്ട്. ഇപ്പൊ 0 ഉണ്ട്, 1, 2 ഉണ്ട്, 3 ഉണ്ടോ, 4 ഉണ്ടോ, 5 ഉണ്ടോ, 6 ഉണ്ടോ, ഇതൊക്കെ നോക്കിക്കോണം. 9 ഉണ്ട്. അപ്പൊ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾ ഇവിടെ എത്രമാത്രം ആ നമ്പേഴ്സ്, ഈ ക്ലാസ്സിനിടയിലുള്ള നമ്പേഴ്സ് എത്ര എണ്ണം ഉണ്ടെന്ന് ഇവിടെ എണ്ണി എഴുതണം. ഓക്കെ, അപ്പൊ അതാ ഞാനത് ക്ലിയർ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ 0 to 10 നമുക്ക് 4 നമ്പേഴ്സ് ആണ് വരുന്നത്. ഓക്കെ, 0 ഉണ്ട്, 1, 6 ഉണ്ട്, 2 ഉണ്ട്, 3, ഓക്കെ, 4 നമ്പേഴ്സ് ആണ് ഇവിടെ വരുന്നത് 0 to 10 ഇടയ്ക്ക്. ഓക്കെ, അപ്പൊ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിലായിരിക്കും നമ്മൾ ക്ലാസും ഫ്രീക്വൻസിയും കൊടുക്കുന്നത്. ഓക്കെ, ക്ലാസും ഫ്രീക്വൻസിയും കൊടുക്കുന്നത് എവിടെയായിരിക്കും? ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിലായിരിക്കും. അപ്പൊ കണ്ടിന്യൂസ് സീരീസിന്റെ എക്സാമ്പിൾ ആണ് ഏതെന്ന് പറയുന്നത്? ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പല പല ക്ലാസ്സുകളിലായിട്ട് എങ്ങനെയായിരിക്കും ഈ ഡേറ്റ നമ്മൾ കൊടുത്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി അതിന്റെ നേരെ ഫ്രീക്വൻസിയും കൂടെ വെച്ച് എഴുതുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കിട്ടുന്നത്. അപ്പൊ നേരത്തെ നമ്മൾ ഫ്രീക്വൻസി അറേ എഴുതിയതുപോലെ തന്നെ തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ടാലിയും കൂടെ ഇവിടെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ 0 to 10 ദാണ്ട 4 എണ്ണം വന്നു. അപ്പൊ നമ്മൾ 4 എന്ന് എഴുതി. ഇനി 10 to 20 നോക്കിയടെ. 10 to 20, 10 to 20. ഓക്കെ, 10 to 20 ആവുമ്പോ ഓക്കെ, നമുക്ക് ആദ്യം ഇടയ്ക്കുള്ള സംഖ്യകൾ എടുക്കാം. ഇതിന്റെ ഒരു ചെറിയ കാര്യവും കൂടെ പറയാനുണ്ട്. 11 എടുത്തു. 1, 2, 3, 4, 5, 6, okay, 6, okay, 6, 7, 8. ഇനി ഞാൻ ചോദിക്കട്ടെ, നമ്മൾ 10 എവിടെ ആഡ് ചെയ്യുന്നേ? ഇപ്പൊ ഇതിനകത്ത് ഒരു 10 കിടക്കുന്നു. ഈ 10 നമ്മൾ എവിടെ ആഡ് ചെയ്യും? ഇതൊരു ക്വസ്റ്റ്യൻ ആണല്ലേ. ഈ 10 നിങ്ങൾ ആഡ് ചെയ്യേണ്ടത് ഈ രണ്ടാമത്തെ ബോക്സിൽ വരുമ്പോഴാണ് കേട്ടോ. അതായത് 0 to 10 എന്ന് പറയുന്ന ഇവിടെ നമ്മൾ 10 എഴുതിയിട്ടുണ്ടെങ്കിലും ഈ 10 നമ്മൾ ടാലിയിൽ ഇവിടെ ആഡ് ചെയ്തിട്ടില്ല, നമ്മൾ ആഡ് ചെയ്യില്ല. പകരം എന്ത് ചെയ്യും? അത് രണ്ടാമത്തെ വീണ്ടും റിപ്പീറ്റ് വരുമല്ലോ. റിപ്പീറ്റ് വരുമ്പോഴായിരിക്കും നമ്മൾ അത് ആഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ 9 വന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ വേറൊരു ഡൗട്ട് വരും, ഇവിടെ 20 ഉണ്ടല്ലോ മിസ്സേ, 20 എന്താ വരാനത്? 20 വരാത്ത എന്താന്ന് വെച്ചാൽ ഈ 20 നമ്മൾ ഈ മൂന്നാമത്തെ ഇതിനകത്തായിരിക്കും റിപ്പീറ്റ് വന്നപ്പോ ഇവിടെ വന്നപ്പോ നമ്മൾ ആഡ് ചെയ്തില്ല. പകരം രണ്ടാമത്തെ കോളത്തിൽ വരുമ്പോഴായിരിക്കും ആഡ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇപ്പം 20, 30 എന്ന് വന്ന ആ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിലായിരിക്കും നമ്മൾ 20 ആഡ് ചെയ്യുന്നത്. ഒന്നുകൂടെ കാണിച്ചു തരാം. ഒരു 20 to 30യുടെയും കൂടെ കാണിച്ചു തരാം. സെക്കൻഡ് കോളത്തിൽ വന്നപ്പോ നമ്മൾ 20 ആഡ് ചെയ്തു. 1, 29, 2, 25, 3, 4, 5, 6, 7, 8, 9, 10. കണ്ടോ? 20 നമ്മൾ രണ്ടാമത്തെ ഇതിലാണ് ആഡ് ചെയ്തത്. ഓക്കെ, ഇനി 30 to 40, 40 to 50, 50 to 60, 60 to 70 ഇത്രയും നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. ഓക്കെ, വേണമെങ്കിൽ 30 to 40 കൂടെ ഞാൻ പറഞ്ഞുതരാം ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, വേറൊരു കളർ എടുക്കാം. ഓക്കെ, അടുത്ത നമുക്ക് 30 to 40. ഓക്കെ, 30ക്ക് ഇടയിൽ വരുന്നത് ഏതൊക്കെയാ നോക്കിക്കേ. 39, 31, 35, 36, 32, 30 എവിടെ വരില്ല? 30 ഇവിടെ വരും അല്ലെ. 30 ഇവിടെ വരും. 30 സെക്കൻഡ് ആയതുകൊണ്ട് റിപ്പീറ്റ് വന്നതായിട്ട് വരും. 39 വരും.
34 വരും, 31 വരും, 38 വരും, 32 വരും, 35 വരും. ഓക്കെ, തീർന്നു. എത്ര എണ്ണം വന്നു അപ്പം? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. ഓക്കെ, 12. ഇപ്പൊ ഓക്കെ ആണോ? 40 to 50, 50 to 60, 60 to 70 സ്വന്തമായിട്ടൊന്ന് ചെയ്തു നോക്കുക. ടാലി ഞാൻ ഒന്നുകൂടെ പറയാം. ടാലി ഇടുമ്പോ എപ്പോഴും 1, 2, 3, 4 വന്നിട്ട് അടുത്തത് ഇങ്ങനെ ക്രോസ് ചെയ്യാനേ പാടുള്ളൂ. ക്രോസ് ചെയ്യാനേ പാടുള്ളൂ. അല്ലാതെ നിങ്ങൾ ചെയ്യരുത് കേട്ടോ. അല്ലാതെ 5 പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് എഴുതി എഴുതി പോവരുത്. അടുത്ത 6 നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അടുത്ത 1, 6, 7, 8, 9 എന്നുള്ള രീതിക്ക് തന്നെ ആഡ് ചെയ്തോളുക. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് 3 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറയാം. അപ്പോ ഡേറ്റ അറേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുക, മെത്തേഡ്സ് ഓഫ് അറേഞ്ചിങ് ഡേറ്റ എന്ന് ചോദിച്ചാൽ നമ്മൾ അതിനെ ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ്, കണ്ടിന്യൂസ് സീരീസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസിന്റെ ഡിഫറെന്റ് ടൈപ്സ് ആണ്. അപ്പൊ അതിനകത്ത് ഇൻഡിവിജ്വൽ സീരീസിലാണ് നമ്മൾ അറേ പറ്റി പറയുന്നത്. അറേ എന്ന് പറയുമ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഡേറ്റയെ നമ്മൾ ഒന്നെങ്കിൽ അസെൻഡിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തോളുക. രണ്ടാമത് ഫ്രീക്വൻസി അറേ എന്ന് പറയുമ്പോൾ ആ ഓർഡറിൽ എഴുതിയിട്ട് അത് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു എന്ന് കൂടെ നിങ്ങൾ സൈഡിൽ എഴുതുക, ഫ്രീക്വൻസി കൂടെ എഴുതുക. അത് ഡിസ്ക്രീറ്റ് വേരിയബിളിനകത്ത് വരുന്നതാണ്. മൂന്നാമതായിട്ട് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ക്ലാസ്സുകളായിട്ടായിരിക്കും തിരിക്കുന്നത്. ക്ലാസ്സും ഫ്രീക്വൻസിയും ആയിരിക്കും അവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ അവിടെ ടാലി ഉപയോഗിച്ച് ചെയ്താൽ തെറ്റത്തില്ല. ഒരു കാര്യം മനസ്സിൽ വേണം, നമ്മൾ 0 to 10 എടുക്കുമ്പോൾ അവിടെ നമ്മൾ 10 ആഡ് ചെയ്യില്ല. പകരം വീണ്ടും 10 റിപ്പീറ്റ് ചെയ്യുന്ന അടുത്ത ബോക്സിലായിരിക്കും നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇത് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന്റെ സീരീസുകളെ പറ്റി പഠിക്കുമ്പോൾ അവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. എങ്കിലും ഇവിടെ നമുക്കത് വേണം കേട്ടോ. അപ്പൊ 10 to 20 നമ്മൾ 10 ആഡ് ചെയ്യുന്നത്. 10 to 20 നമ്മൾ 20 ആഡ് ചെയ്യില്ല. പകരം 20 to 30 അടുത്ത ബോക്സിൽ 20 റിപ്പീറ്റ് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ അവിടെ 20 ആഡ് ചെയ്യുന്ന എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യണം. അപ്പൊ പറഞ്ഞ കാര്യം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പം അടുത്ത ക്ലാസ്സിൽ നമ്മൾ തുടങ്ങുമ്പോൾ ഇതൊക്കെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് വരിക. താങ്ക് യു.